ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഴുത്ത് കറുത്തുപോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ തൊലിയെല്ലാം കറുത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ടൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാഷ്നട്ട് നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് വഴറ്റിയിട്ടെടുക്കാം. പഴം നന്നായിട്ട് ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പഴം ഇവിടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്പാച്ചിലോട് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ എടുക്കണം. ഇതിവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതുവരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/3 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ ഞാനിവിടെ ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ പകുതി കുക്കേ ആയിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ആവിയിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഈ പ്ലേറ്റിലാണ് ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിലും ഇതൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വാഴയില വെച്ച് കൊടുത്താലും മതിയാകും. ബട്ടർ പേപ്പറും കൂടെ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ നെയ്യൊന്ന് അതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിവിടെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം.
അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം വേണം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു സ്പാച്ചില കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടിയിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. തൊലിയെല്ലാം കറുത്ത പഴമുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ ഒത്തിരി ഇഷ്ടത്തോടുകൂടി കഴിക്കും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ